മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എവിടെയോ പോകാൻ പോയെന്ന്. ഇതിപ്പം എവിടെയാണെന്ന് മനസ്സിലായ നമ്മൾ സ്വന്തം അബുദാബി എയർപോർട്ട്, നമ്മളെ പുതിയ എയർപോർട്ടിലായിട്ടാണ് പോകുന്നത്. ഈ പുറമേലെ നീളം നോക്കണ്ട, ഇതേപോലെ ഉള്ളിലുണ്ട് കേട്ടോ നടക്കാൻ, ഒരുപാട് നടക്കാനുണ്ട്. ഇതിൻ്റെ അടുത്ത് ഷാർജയൊക്കെ ഭയങ്കര ഈസിയാണ്. ഒരു 2 മണിക്കൂർ മുന്നേ 2.5 മണിക്കൂർ മുന്നേ എന്തായാലും പോകേണ്ടി വരും. സൗണ്ട് നമ്മുടെ 2 മണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ടായിന്. പക്ഷേ എന്നിട്ടും നമ്മൊരു ടൈം കൺജസ്റ്റഡ് ആയോല. ഇനി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ടായിനി. ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ഈ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് എയർപോർട്ടാണെന്ന് ഫീലേ ഇല്ല. ഏതോ മാളിലല്ലേ, ദുബായ് മാളിലൊക്കെ പോയ പോലെയാണ്. കുറേ ഷോപ്പും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ടായിന് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, ഈ ടൈം കൺജസ്റ്റഡ് ആയതുകൊണ്ട്. നിങ്ങൾ ഈ ഫ്ലൈറ്റാണെന്ന് വിചാരിക്കും എത്തിയാൽ ഈ ഫ്ലൈറ്റിൽ നമ്മൾ പോകുന്നത്. അതിലൊന്നല്ല കേട്ടോ, നമ്മുടെ ഫ്ലൈറ്റ് അങ്ങ് അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലോട്ടാണ് പോകുന്നത്. ഈ ബാക്കിയുള്ള സമയം കാറിൽ യാത്ര ടൂർ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഈ എയർപോർട്ട് യാത്ര എന്തേന്നറിയില്ല, പെട്ടെന്ന് എവിടെയാണ് നമ്മൾ പോകേണ്ട സ്ഥലം അടുത്തേക്ക് പെട്ടെന്ന് എത്തിക്കൊള്ളും. അതുകൊണ്ട് നമ്മൾ ഇല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് കണ്ണൂരാണ്. അപ്പം അമ്മ എപ്പോൾ അധികം കണ്ണൂരാട്ടോ എടുക്കൽ ടിക്കറ്റ്. അതുകൊണ്ട് ഇത്തിയാത് കണ്ണൂരില്ലല്ലോ, ഈ ഇൻഡിഗോ എക്സ്പ്രസ് അതൊക്കെ ഇല്ലയോ. അപ്പോൾ അങ്ങനെ ഇൻഡിഗോ എടുത്തത്. അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ സൈഡിൽ നമ്മൾ ഫ്ലൈറ്റ് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റല്ല, ഒരു അങ്ങനെ വന്നുകൊണ്ട് തന്നെ സീറ്റെല്ലാം ഒരു അധികം ബാക്കിലൊന്നുമല്ല, ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ കിട്ടീനി. എൻ്റെ നോട്ടം മൊത്തം അതിലേക്കാണ് കേട്ടോ. ഡബിൾ ഡെക്കറാണ്, നല്ല അടിപൊളി ഉണ്ടാകും പോകാൻ വേണ്ടി. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പോകാൻ പറ്റൂല. വെറുതെ പോകുന്നവരെ നോക്കി നോക്കുക, കയറാനോ കഴിയുന്നില്ല. അതുകൊണ്ട് അടുത്തുന്നവരെ അത് നോക്കിയിട്ട് വന്നിട്ടാ. അതിൻ്റെ ഇപ്പുറമൊക്കെ ഇല്ലേ ഇഷ്ടംപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഫ്ലൈറ്റ്, വെച്ചിട്ടുണ്ട്. എന്തേന്നറിയില്ല, ഏത് സൈഡ് പോകുമ്പോൾ ഈ സാധനം മാത്രം എൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ലോ. ഇതിപ്പോൾ ഞാൻ സീറ്റ് കിട്ടി സീറ്റിലിരുന്നതാണ്, വിൻഡോ സീറ്റിലായിട്ടാണ്. എനിക്ക് കിട്ടിയല്ല, ഞാൻ ആരെ സീറ്റിൽ നിന്ന് 4 ടിക്കറ്റ് ഉണ്ട്. ഞാൻ ആരെയും നോക്കില്ല, വിൻഡോ സീറ്റ് എൻ്റെ എന്നിട്ട് ഞാൻ പിടിച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ വിൻഡോ സീറ്റ് നോക്കുമ്പം ഈ സാധനം തന്നെയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ശരിക്കും നല്ല വലുപ്പമുണ്ട്. ഇപ്പോൾ ഈ ഇൻഡിഗോനേക്കാൾ ഡബിൾ ഡെക്കർ ആയതുകൊണ്ട് തന്നെ തോന്നും നല്ല വലുപ്പമില്ല സാധനം. കയറണമെന്നൊക്കെ ഉണ്ടായിനി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മളെ ഫ്ലൈറ്റ് മെല്ലനെ മൂവ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിനി. 1:25 ഫ്ലൈറ്റ്. ഇതിപ്പം 1:18 ആകുമ്പം തന്നെ ജസ്റ്റ് ഫ്ലൈറ്റ് മൂവ് ആകാൻ തുടങ്ങി. नमस्कार, राजश्री 1434 में आपका स्वागत है। हम कन्नौज जाने के 10 मिनटों में पूरी की जाएगी। आज हमारे एविएटर्स कप्तान अमित सूद से कप्तान मीनू सिंह है। साथ ही हमारे विमान प्रतिदल शांति पेमा विली रिया में वाकई आपकी मुख्य कर्मदल हूँ। हम हिंदी और अंग्रेजी बोल सकते हैं। आपकी सहयोग और विमान कर्मदल के निर्देशों के पालन से हम इस यात्रा को सुरक्षित, आरामदायक और बेहतर बना पाएंगे। हमें बेहद खुशी में आपको हमारे देश के साथ जोड़ सके। प्रस्तुत है आपके लिए इंडिया पर धन्यवाद। लेडीज एंड जेंटलमैन, बॉयज एंड गर्ल्स, विदाउट അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഓൾ എന്താന്ന് പറഞ്ഞത് ഒരു പൊടിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടാ. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോട്ട് അതിലൊന്നും കേട്ടെങ്കിൽ ഒന്നും ഞാനത് ശ്രദ്ധിക്കാൻ നിന്നിട്ട് ഞാൻ ആ സൈഡിലുള്ള വ്യൂവും കാര്യങ്ങളും പിന്നെ അതിൽ ചില ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, ചിലത് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായത്. विमान कर्मी दल की अनुमति के बिना रक्षा जैकेट को इस विमान से हटाना वर्जित है। आपातकालीन स्थिति में इस विमान में स्लाइड या स्लाइड राफ्ट्स लगे हुए हैं। हमारे सुरक्षा निर्देश पत्र में इनका स्थान और उपयोग के निर्देश है। आपके लिए और संचार गाइड उपलब्ध है। Your safety is our top priority and we request you to pay close attention to this demonstration. Even if you fly frequently, a safety instruction card is available in the seat pocket for your reference. Secure your seatbelt by inserting the metal tip and pulling the rings in. To open, lift the button. It is recommended to keep your seatbelt fastened at all times. In the event of a decrease in cabin pressure, oxygen masks will fall automatically from the panel above. Pull a mask down sharply to initiate oxygen flow. Cover your nose and mouth and breathe normally. Ensure your mask is secured before helping others. There are 10 emergency exits on this aircraft. 2 at the front, 2 in the middle, 2 at the rear, and 4 over the wings. The fluorescent strips along the floor will guide you to the closest exit. In the unlikely event of a water landing, take the life jacket from... ഇതെന്തെന്നല്ല, ഒരു പേരും വിലാസവും ഒന്നും ഇല്ലാത്തൊരു ഫ്ലൈറ്റാണ് ഉണ്ടായിരുന്നു. ഫുൾ പ്യുവർ വൈറ്റ് ആയിട്ട്. എന്തിനാണ് അവിടെ വെച്ചതെന്നറിയില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് മിലിറ്ററിയാ ഇത് അങ്ങനെ എന്തൊക്കെയോ കുറേ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദൂരെ ഉണ്ട് കേട്ടോ.
കാണുന്നുണ്ടോ അറിയില്ല, ഫ്ലൈറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഫോക്കസ് ചെയ്തിട്ട് എടുക്കാനില്ല. പിന്നെ വേറെ ഏതോ ഫ്ലൈറ്റ് പോകുന്നുണ്ടായിനി. കുട്ടിയൊക്കെ ഒന്നും കാണിച്ചു കൊടുക്കണ്ട. ഞാൻ എൻ്റെ വിൻഡോ സീറ്റിൽ ചെല്ലും ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കേട്ടോ. ശരിക്കും അവർക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഞാൻ പക്ഷേ വിട്ടിട്ട. എനിക്കൊരു എത്ര വട്ടം വന്നാലും ഈ വിൻഡോ സീറ്റ് കിട്ടിയില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇതുവരെ നിങ്ങൾ നല്ല സൗണ്ടെല്ലാം കേട്ടില്ല, ഇപ്പോൾ സൗണ്ട് കുറച്ച് കൂടാൻ തുടങ്ങിയില്ലേ. ഇതുവരെ നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ മെല്ലനെ റൗണ്ട് അടിച്ചതാക്കിയതാണ്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് പറക്കാൻ പോയാന്ന് കേട്ടോ. സൗണ്ടിലൊക്കെ മാറിയിട്ടുണ്ട്, സ്പീഡൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പം പൊന്തും ആ രീതിയിലേക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഫ്ലൈറ്റിയുടെ പൊന്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പകലില്ലേ ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല അടിപൊളിയാണ് ഇതിൻ്റെ വ്യൂ. ഈ സ്ഥലമൊക്കെ എന്ത് രസമാണ് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫുള്ളായി എനിക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റിയില്ല. രാത്രി അതിൻ്റെ ഒരു വേറെ രസമുണ്ട്, പക്ഷെ പകലും അതിൻ്റെ അങ്ങ് വരുന്ന ഫ്ലൈറ്റ് അധികം രാത്രിയായിട്ട് എത്തില്ല. പകലിങ്ങനെ കാണൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു രസമുണ്ട്, പുഴയും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. തോന്നുന്നു UAE കഴിഞ്ഞ് തോന്നുന്നു. ഇങ്ങനെയല്ലല്ലോ UAE, ഇത് വേറെ എവിടെയോ എത്തി, വേറെ ഇറാഖാ, എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് ഏകദേശം പൊന്തിക്കഴിഞ്ഞ ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ വന്ന് 200 ദിറംസിന് കോഫി എന്തൊക്കെ മീലൊക്കെ ഉണ്ടെങ്കിൽ വെറും ഭ്രാന്താണ്. ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ കുറേ മീൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിനി, ഒന്നും വാങ്ങാൻ നിന്നിട്ടില്ല. പിന്നെ ഓൾറെഡി ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു സാൻഡ്വിച്ച് ബുക്ക് ചെയ്യും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ സാൻഡ്വിച്ച് ബുക്ക് ചെയ്യുന്നു. ഞാൻ നല്ലോണം ഒന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഒരു കുണത്തിനുണ്ടായിട്ട് ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ ഒരു ചീസും പെരക്കി, പിന്നെ ഒരു പാക്കറ്റ് കെച്ചപ്പും തന്ന്, ഒരു കക്കിരിയും ഒരു തക്കാളിയും വെച്ചിട്ട് തന്നതാണ് കേട്ടോ അവർ സാൻഡ്വിച്ച് തന്നിട്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആ റിസ്കിന് നിന്നിട്ടേ ഇല്ല. നോക്കിയേ എന്താ അടിപൊളി വ്യൂ അല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നത് കാണാൻ വേണ്ടി. ചെറിയല്ലേ മേഘത്തിൻ്റെ ഇത്, രാത്രി മഴയല്ലേ വരുന്നത്, അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബ് ഫ്ലൈറ്റിലുണ്ടായി. ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ടായി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അറിയില്ല, ഫ്ലൈറ്റ് ചെറുങ്ങനെ ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിനി. പക്ഷേ ഇങ്ങനെ കാണാനും രസമുണ്ട്. രാത്രി ഒന്നും നമുക്ക് തിരിയുന്നില്ലല്ലോ, ആകാശത്തിൻ്റെ മുകളിൽ പോകുമ്പോൾ വെറും ഇരുട്ട് മാത്രമല്ലേ. പകൽ വരുമ്പോൾ ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ നല്ല ഏറ്റവും മേലെ തോന്നിയില്ലത്, മേഘങ്ങളൊക്കെ നോക്കിയാൽ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ആവാനായിട്ടാണ്. ഈ ദുബായിൻ്റെ ആ വെളിച്ചമൊക്കെ പോയി പച്ചപ്പായിട്ടുണ്ട് കേട്ടോ. ദുബൈയിലെ ആ ബ്ലൂ ഇതെന്ന് പറയൽ പുഴയും മറ്റേ ബിൽഡിങ്ങും ആ കാര്യങ്ങളൊക്കെ പോയി നല്ല ഫുള്ള് പച്ചപ്പ് ഗ്രീനറിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. രണ്ട് തരം തന്നെ കാണുന്നില്ലേ, വീഡിയോയിൽ തന്നെ ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ കളറും കാര്യങ്ങളൊക്കെ. ചെറുങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറയട്ടെ, ഇതെല്ലാം കാണാതെ എങ്ങനെയാണ് ഈ നടുക്കും സൈഡിലൊക്കെ ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്, സെൻട്രലൊക്കെ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി, എന്ത് പറയല്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ എങ്ങനെയെങ്കിലുമായിട്ട് എൻ്റെ വിൻഡോ സീറ്റ് ഞാൻ ഒപ്പിച്ചെടുക്കും. ഇതിപ്പോൾ ആരെയാണ് വിൻഡോ സീറ്റ് നോക്കാതെ കേട്ടോ, ഞാൻ വിൻഡോ കണ്ട് അവിടെ ഇരുന്നതാണ്. പിന്നെ 4 ആൾ ടിക്കറ്റ് ഉണ്ടല്ലോ, 3 ടിക്കറ്റ് ഉണ്ടല്ലോ, പിന്നെ അത്ര പ്രശ്നമില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ. അപ്പോൾ ഇതാ നമ്മളെ ഫ്ലൈറ്റിൻ്റെ നല്ല സ്പീഡിൽ ലാൻഡ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര സ്പീഡാണ് കേട്ടോ. ചിലപ്പോൾ പേടിച്ചു പോകും, അങ്ങനത്തെ സ്പീഡിലിട്ടോ ലാൻഡ് ചെയ്യൽ. അപ്പോൾ ഇതാ നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വൈകുന്നേരം ഒരു 6:30 ആ ടൈമാട്ടോ നമ്മൾ എത്തിയത്. കുറച്ച് നേരത്തെ, ഒരു 20 മിനിറ്റ് ഫ്ലൈറ്റ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മുടെ
ഫ്ലൈറ്റ് അങ്ങനെ പതിയെ സ്ലോ ആകാനൊക്കെ തുടങ്ങി. ഏകദേശം എയർപോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എയർപോർട്ടിന് പുറത്തിറങ്ങിയാൽ തിരിഞ്ഞത് ഇവിടെ ഇത്രക്കും ചൂടാണെന്ന് ഒന്നും തിരിഞ്ഞിട്ട് എയർപോർട്ടൊക്കെ ഫുൾ ഇങ്ങനെ വേർത്തൊലിച്ച് ഒരുപാട് ഒറ്റൊരു ആളെ ഇങ്ങനെ ഇതിനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കണ്ണൂരിന്ന് ഒക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ, മറന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ലൈക്ക്